സെപ്റ്റംബർ 20-ന് സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി ആഗോള അയ്യപ്പ സംഗമം നടത്തുകയാണ്. ഇതിനോടകം തന്നെ അയ്യപ്പ സംഗമം രാഷ്ട്രീയ ചർച്ചാ വിഷയമായി കഴിഞ്ഞിരിക്കുന്നു. NSS വൈസ് പ്രസിഡന്റ് N. സംഗീത് കുമാർ നമ്മോടൊപ്പം ചേരുന്നു. ഈ അയ്യപ്പ സംഗമത്തോട് NSSന്റെ അഭിപ്രായം എന്താണ്? ഈ അയ്യപ്പ സംഗമം നടത്തുമ്പോഴും സംസ്ഥാന സർക്കാർ ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കാനും വിശ്വാസം സംരക്ഷിക്കാനുമെല്ലാം ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് നമ്മുടെ വിശ്വാസം. ഞങ്ങൾക്ക് നായർ സർവീസ് സൊസൈറ്റിക്ക് സർക്കാരിൽ പൂർണ്ണ വിശ്വാസമാണ്. അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിൽ ഇത് നടത്തുന്നതിൽ നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ആഗോള സംഗമം ശബരിമലയിലെ പരിപൂർണ വികസനത്തിനും അവിടെ ഉണ്ടാകുന്ന ഭക്തന്മാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനും എല്ലാം ഉള്ള ഒരു വേദിയായി മാറും തന്നെയാണ് നമ്മുടെ വിശ്വാസം. കാരണം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതിലൊരു രാഷ്ട്രീയവുമില്ല, അയ്യപ്പ വിശ്വാസികളെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാണ്. അങ്ങനെ വരുമ്പോൾ ഇതിൽ രാഷ്ട്രീയമുണ്ട് എന്ന് NSS കാണുന്നുണ്ടോ? ഞങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് വിശ്വാസ സംരക്ഷണമാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട തന്നെ. അതിന് സർക്കാർ ബാധ്യസ്ഥരാണ്. സർക്കാർ അതിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആദ്യത്തെ യോഗത്തിൽ തന്നെ ഞങ്ങൾക്ക് സർക്കാരിന് പൂർണ്ണ വിശ്വാസമുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം പറഞ്ഞത് ഇതൊരു ഹിന്ദു ഭൂരിപക്ഷ കമ്മ്യൂണിറ്റിയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. അങ്ങനെ കാണാൻ കഴിയുമോ? ഇത് എങ്ങനെ അഭിപ്രായം? അതിനെക്കുറിച്ചൊന്നും നമുക്ക് അഭിപ്രായമില്ല. ശബരിമല അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ച് വിഷമമുണ്ടാക്കിയ കാര്യമാണ് ശബരിമലയിൽ ബിന്ദു അമ്മണി സ്ത്രീ അവിടെ എത്തിയ സംഭവം. ഇത്തവണ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് അവർ സർക്കാരിനെ സമീപിക്കുകയും മുഖ്യമന്ത്രി കാണാൻ അവസരം കൊടുക്കുകയും ഒന്നും ചെയ്തിട്ടില്ല. എങ്ങനെ കാണുന്നു സർക്കാരിൻ്റെ ആ നടപടി? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾക്ക് സർക്കാരിൽ പൂർണ്ണ വിശ്വാസമാണ്. അവരതെല്ലാം അവിടുത്തെ ആചാരങ്ങളും അവിടുത്തെ വിശ്വാസവും എല്ലാം സംരക്ഷിച്ച് ഈ സംഗമമായിട്ട് മുന്നോട്ട് പോകുള്ളൂ എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്.